നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മളിൽ ഒട്ടുമിക്ക പേരും പ്രാർത്ഥിക്കുന്നവരാണ്. എങ്കിലും ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിനെ പോലെ അല്ലെങ്കിൽ ചിലപ്പോൾ ധ്യാന കേന്ദ്രത്തിലുള്ള പോലെ മുഴുവനും സമയം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ. ഇത് സത്യത്തിൽ നമ്മളെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു നെഗറ്റീവായൊരു കാര്യമാണ്. നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്ന് കണ്ണോടിക്കുമ്പോൾ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, ജോഷുവ, മോശ, ദാവീദ് ഇവരൊക്കെ എത്രയോ മനോഹരമായി പ്രാർത്ഥിച്ചവരാണ്. എത്രയോ വലിയ ഉത്തരവാദിത്തങ്ങൾ നടത്തിയവരാണ്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു സഹോദരിയെ പരിചയപ്പെടാനിട വന്നു. വീട്ടിൽ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്. എങ്കിലും ആ അമ്മ സമയം കണ്ടെത്തി കരകൗശലമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പൂക്കളൊക്കെ തുന്നിപ്പിടിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അമ്മ പറയുകയാണ്, ഞാനിത് ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അച്ഛാ ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു അമ്മ മരിച്ചുപോയി. ആ അമ്മ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരുപാട് മനുഷ്യർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് സാധാരണ മനുഷ്യർ അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മാതാവിനെ കൂട്ടുവിളിക്കുന്നു, അല്ലെങ്കിൽ ഈശോയോട് സംസാരിച്ച് അവർ ജോലി ചെയ്യുന്നു മനസ്സിനുള്ളിൽ. അങ്ങനെ എത്രയോ വിശുദ്ധാത്മാക്കളാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് പള്ളിയിൽ, ദേവാലയത്തിലൊക്കെ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ. അതെ, ഭക്തി നമുക്കെല്ലാവർക്കും നന്മയാണ്. എന്നാൽ ഭക്തിയെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറഞ്ഞു വെക്കുകയാണ്, അനുദിന കൃത്യങ്ങൾ നമ്മൾ ഭക്ത്യഭ്യാസത്തിന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുകയാണ്. ഒരു മെത്രാൻ ഒരു കർത്തൂസ്യൻ സന്യാസിക്ക് തുല്യം ഏകാന്തവാസം ആഗ്രഹിക്കുന്നത് ഉചിതമാണോ? അടുത്തൊരു ഗൃഹനാഥൻ കപ്പൂച്ചൻ സന്യാസികളുടെ ദാരിദ്ര്യവ്രതം അനുഷ്ഠിക്കുകയോ ഒരു ഭൃത്യൻ സന്യാസിയെ പോലെ പകൽ മുഴുവൻ ദേവാലയത്തിൽ കഴിച്ചുകൂട്ടിയോ സംഗതമല്ല. ഇങ്ങനെയുള്ള ഭക്തി തികച്ചും ആക്ഷേപാർഹമാണ്. പ്രിയമുള്ളവരെ, ഒരു കുടുംബനാഥൻ മുഴുവൻ സമയം ദേവാലയത്തിൽ വന്നിരിക്കുക എന്ന് പറയുകയും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആക്ഷേപാർഹമാണ്. എൻ്റെ വിശുദ്ധൻ പറയുകയാണ്, യഥാർത്ഥ ഭക്തി യാതൊരു ജീവിത രീതിക്കും പ്രതിബന്ധമാകുന്നില്ല. ഒരാളുടെ ന്യായമായ ഉദ്യോഗത്തിന് അനുയോജ്യമല്ലാത്ത ഭക്തി കപട ഭക്തിയാണെന്ന് നിശംശം പറയാം. അതായത് ഒരു ആളുടെ ജോലി, അദ്ദേഹത്തിൻ്റെ ജീവിതാന്തസ് അത് പാടെ മറന്നുകൊണ്ട്, ഉത്തരവാദിത്തങ്ങൾ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായി ദേവാലയത്തിൽ ചെലവഴിക്കാൻ ഇരുന്നാൽ അത് കപട ഭക്തിയാണെന്ന് നിസ്സംശയം പറയാമെന്ന് പറയുകയാണ്. എന്നിട്ട് ഈ ഫ്രാൻസിസ് സാലസിന് ഒരു ഉദാഹരണം പറയുന്നത് മനോഹരമാണ്. ആ ഉദാഹരണം, തേനീച്ചകൾ എങ്ങനെയാണോ പൂവിൽ നിന്ന് തേൻ നുകരുന്നത്, തന്നിമിത്തം പുഷ്പങ്ങൾക്ക് യാതൊരു കേടും വരുത്തുന്നില്ല, യഥാർത്ഥ ഭക്തിയുടെ ഫലവും ഇതുപോലെ ഉത്കൃഷ്ടമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഭക്തി ഒരു ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് അദ്ദേഹത്തിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് മാറ്റി നിർത്തി ഭക്തിക്ക് വേണ്ടി, പ്രാർത്ഥിക്കുവാൻ വേണ്ടി പൂർണ്ണ സമയം ചെലവഴിക്കുമ്പോൾ ആക്ഷേപത്തിന് കാരണമാകുന്നുവെങ്കിൽ അത് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ബൈബിളിൽ അദ്ദേഹം പറയുകയാണ്, അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, ജോഷ ഇവരൊക്കെ എത്രയോ സമയം പ്രാർത്ഥിച്ചു. ഈശോ പോലും എത്രയോ സമയം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തികളെ പ്രാർത്ഥനകളാക്കി മാറ്റുകയും നമ്മുടെ പ്രവൃത്തികളിൽ സ്നേഹം ചാലിക്കുകയും പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ കാര്യങ്ങളും ശുദ്ധ നിയോഗത്തോടെ ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാവരുടെയും പ്രവൃത്തികൾ വിശുദ്ധ പ്രവൃത്തികളായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അരി കഴുകുന്നു. ആ അരി കഴുകുമ്പോൾ അമ്മയെ കൂട്ടുവിളിച്ച് പരിശുദ്ധ അമ്മയോട് സഹായം അപേക്ഷിച്ച് ഒരു പ്രത്യേക പുണ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി ആ പ്രവൃത്തി ഞാനിതാ കാഴ്ചവെക്കുന്നു എന്ന് മനസ്സിലൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ, അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് കാഴ്ചവെക്കുമ്പോൾ ആ പ്രവൃത്തി ഒരു പുണ്യപ്രവൃത്തിയായി മാറി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഭക്തി ഇപ്രകാരം നമ്മുടെ പ്രവൃത്തികളിൽ അന്തർലീനമായിരിക്കണം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.
കർത്താവായ ഈശോയെ, അടുക്കള മുതൽ അൾത്താര വരെ അധ്വാനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മുഴുവൻ സമയം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കാൻ ഒരുപാട് സമയം ലഭിക്കുന്നവരുണ്ട്. കർത്താവേ, അതെല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കുവാൻ വലിയൊരു കൃപ എല്ലാവർക്കും നൽകണമേ എന്നും, ഓരോ പ്രവൃത്തിയും സ്നേഹത്തോടെയും പ്രാർത്ഥനാപൂർവ്വം അത് നിറവേറ്റുവാനും അത് ദൈവ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുവാനും അങ്ങനെ പുണ്യപരിപൂർണതയിൽ വളർന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അകലെയാകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. അകലെയാകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരൊത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരൊത്തു പാടാം. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.